Assalamualaikum, welcome back to my channel Lubna's Cloud. It's me Lubna. ഇന്ന് നമുക്ക് ഈ ഹാൻഡ് എംബ്രോയിഡറിങ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കീപ് വാച്ചിങ്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിനടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ ഇടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എംബ്രോയിഡറിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ ബിഗിനർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ എംബ്രോയിഡറിങ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്ക് അല്ലെങ്കിൽ ഈ ഗിഫ്റ്റിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഫ്രെയിമാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള എംബ്രോയിഡറി ഹൂപ്പ്. ഇത് നമുക്ക് മിക്ക ഷോപ്പുകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ 45 ഒക്കെ റേഞ്ചിലാണ് ഓരോ സൈസിനനുസരിച്ച് റേറ്റ് വരുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ നമുക്കൊരു 50 അല്ലെങ്കിൽ 45-40 ആ ഒരു പൈസക്ക് തന്നെ നമുക്ക് ഈ ഒരു ഫ്രെയിം കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പല സൈസിലും ഒരു ഇഞ്ച് വൈസായിട്ടാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 6 ഇഞ്ച് 8 ഇഞ്ച് 7 ഇഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ പല ഷേപ്പുകളിലും നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ സർക്കിൾ അല്ലാതെ ബാക്കിയുള്ള ഷേപ്പിലുള്ളതൊക്കെ നമുക്ക് ഓൺലൈനായിട്ടാണ് കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വേണ്ടവർക്ക് അത് പോയിട്ട് വാങ്ങിക്കാം കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് വാങ്ങിക്കേണ്ട ക്ലോത്താണ്. നമുക്ക് ഇന്ന ക്ലോത്ത് എന്നില്ല, എല്ലാ ക്ലോത്തിലും നമുക്ക് എംബ്രോയിഡറിങ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടണമെങ്കിൽ നല്ല കോട്ടൺ ടൈപ്പ് അല്ലെങ്കിൽ കോട്ടൺ മിക്സിലുള്ള ക്ലോത്തിൽ എംബ്രോയിഡറിങ് ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടി ഒരു വൃത്തി ഉണ്ടാവുക, സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ബിഗിനേഴ്സിന് പ്രത്യേകിച്ച് അവർക്ക് ഈസി ആയിട്ട് ചെയ്യാനും പഠിക്കാനൊക്കെ പറ്റിയ കോട്ടൺ ക്ലോത്ത് ചെയ്യുന്ന സമയത്തായിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്ലോത്തിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്, ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഇത് ലിനൻ്റെ ക്ലോത്ത് കട്ട് പീസ് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ക്ലോത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണ് ലിനൻ ടൈപ്പ് ക്ലോത്ത് എന്ന് പറയുന്നത്. ഷർട്ട് പീസിനൊക്കെ നമുക്ക് ഷർട്ട് പീസിൻ്റെ ഒക്കെ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ കട്ട് ചെയ്ത് തരും. അപ്പം പിന്നെ വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് ലിനൻ്റെ ഒരു ടച്ച് വരുന്ന, പക്ഷേ അത്ര അതിൻ്റെ പകുതി പ്രൈസേ വരുന്നുള്ളൂ വരുന്ന മറ്റൊരു ക്ലോത്താണ്. അതും ഒരു കോട്ടൺ മിക്സൊക്കെ ആയിട്ട് നല്ലൊരു ക്ലോത്താണ് നമുക്ക് എംബ്രോയിഡറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ലിനൻ ടൈപ്പ് ക്ലോത്തിന് മീറ്ററിന് 1000 സംതിങ് ഒക്കെ ആണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ അതിൻ്റെ കോട്ടൺ മിക്സ് അല്ല ലിനൻ്റെ ആ ഒരു സെയിം ഇതിൽ വരുന്നൊരു ക്ലോത്ത് ഉണ്ട് പറഞ്ഞില്ലേ, അത് പിന്നെ അതിൻ്റെ പകുതി റേറ്റ് 600 സംതിങ് ആ ഒരു റേറ്റാണ് മീറ്ററിന് വരുന്നത്. ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ഈ ലൈനിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ടൈപ്പ് കോട്ടൺ ക്ലോത്ത് ഇല്ലേ, അതുപോലുള്ള ഈ ഒരു ടൈപ്പ് ക്ലോത്ത് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ സ്റ്റിച്ചിങ്ങൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചതിന് ശേഷം പിന്നെ നല്ല ക്ലോത്തിലൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ അതുപോലുള്ളൊരു ക്ലോത്താണിത്. ഇത് കുറച്ച് ചീപ്പ് കോസ്റ്റ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ക്ലോത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ സെയിൽ ചെയ്യാനും ഒന്നും പറ്റില്ല കേട്ടോ. നമുക്ക് ഈ ഒരു എംബ്രോയിഡറി ഒരു ഗിഫ്റ്റായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല, കാരണം അത്രയും നൈസായിട്ടുള്ള ക്ലോത്താണ്. അപ്പോൾ അതിൽ സ്റ്റിച്ചിങ്ങും അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ കൂടി നല്ല ക്ലോത്ത് ചെയ്യുന്ന സമയത്ത് പിന്നെ സ്റ്റിച്ചിങ് കുറച്ച് മോശമായ നല്ല ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് തന്നെ വരും. അപ്പോൾ നമ്മുടെ ക്ലോത്ത് മോശമാണെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ്ങും അതിനനുസരിച്ച് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഗിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്ലോത്ത് തന്നെ ചെയ്ത് കൊടുത്താൽ ബിഗിനർ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെയുള്ളൊരു ടൈപ്പ് ക്ലോത്താണ് ഇതുപോലത്തെ കാതിൻ്റെ ക്ലോത്ത്. അത് പല കളറിൽ നമുക്ക് കിട്ടും. അപ്പം ഇതിലും നമുക്കിതുപോലെ നല്ല വൃത്തിയിൽ എംബ്രോയിഡറിങ് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പം ഇതാണ് നമ്മൾ ക്ലോത്തിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ആ ഡിസൈൻസ് നമ്മുടെ ഈ ക്ലോത്തിലേക്കൊന്ന് സ്കെച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഹേർട്ട് ഷേപ്പിലുള്ളൊരു ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ക്ലോത്ത് നമുക്ക് വേണ്ട ഹൂപ്പിന് വലുപ്പത്തിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിൽ ഫിക്സ് ചെയ്യുക. അത് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതിന് ഫസ്റ്റ് നമുക്ക് പേപ്പറിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഔട്ട്ലൈൻ വരച്ചു നോക്കാം. അപ്പം വരച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഈ ഹൂപ്പിൻ്റെ ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ആ സർക്കിൾ ആദ്യം ഒന്ന് ആ പേപ്പറിൽ റൗണ്ട് ചെയ്തിട്ട് അതിനുള്ളിലായിട്ട് നമ്മൾ വെച്ചാൽ പുറത്തേക്കായി പോരുതല്ലോ. അപ്പോൾ അതിനുള്ളിലായിട്ട് ജസ്റ്റ് വരച്ചെടുക്കുക. ഒരു ഡിസൈന് സിമ്പിളായിട്ട് റഫായിട്ട് ആദ്യം ഫസ്റ്റ് ചെയ്യുന്നവരുടെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ക്ലോത്തിലേക്ക് മെല്ലെ വരച്ചെടുത്താൽ മതി. അതിന് വേണമെങ്കിൽ നിങ്ങൾ ട്രേസിങ് പേപ്പർ യൂസ് ചെയ്യട്ടെ. പക്ഷേ ട്രേസിങ് പേപ്പർ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് ചെയ്യുന്ന സമയത്ത് ചിലപ്പം അതിൻ്റെ ആ ഒരു മഷി ഉണ്ടല്ലോ, അത് നമുക്ക് ക്ലോത്തിൻ്റെ ബാക്കിയുള്ള സൈഡിലേക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് വരും. അപ്പം അതത്ര വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അല്ലാതെ തന്നെ ഇതിൽ ആദ്യം ഒരു ഡിസൈൻ വരച്ച് നോക്കിയിട്ട് നിങ്ങൾ ക്ലോത്തിൽ ജസ്റ്റ് പെൻസിലോണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തൊന്ന് വരച്ചെടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് പെന്നോ ഒക്കെ യൂസ് ചെയ്തിട്ട് വരച്ചാൽ മതി. ഓക്കെ ആകുമ്പോൾ മാത്രം പെന്ന് യൂസ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾക്ക് ആ ഡിസൈന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം അതാണ് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തതായിട്ടൊരു ബിഗിനർ നോക്കേണ്ട കാര്യം നമ്മൾ ഇതിന് വാങ്ങിക്കേണ്ട നൂലാണ്. അപ്പോൾ എംബ്രോയിഡറിങ്ങിന് നമ്മൾ എടുക്കുന്ന നൂല് എന്ന് പറയുന്നത് പല റേറ്റിലും പല ക്വാളിറ്റിയിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ബിഗിനറായിട്ടുള്ള ഒരാൾ ചെയ്ത് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള നൂല് യൂസ് ചെയ്താൽ മതി. അപ്പം ഈ ബ്ലാക്ക് കവറിങ് ചെയ്തിട്ടുള്ള നൂലുണ്ടല്ലോ, അപ്പം ഇതെന്ന് പറയുന്നത് 10 രൂപക്കാണ് ഇതിൻ്റെ ഈറ്റ ഒന്ന് വാങ്ങിക്കാൻ കിട്ടുക. പിന്നെ അതുപോലെ ബാക്കിയുള്ള ടൈപ്പുകളൊക്കെ 4 രൂപയാണ് ഓരോ ത്രെഡിനും, ആ ഒരു ബണ്ടിലിന് ഉണ്ടാകുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ആ 4 രൂപേൻ്റെ ആ ഒരു റേറ്റിലുള്ളത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി ഒരു ബിഗിനർ ആണെങ്കിൽ. പിന്നെ നിങ്ങൾ ഇതുപോലെ ബിസിനസ് ഇതുപോലെ എംബ്രോയിഡറിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന അങ്ങനെ ചെയ്യുന്ന ഗിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഓരോ റേറ്റിനനുസരിച്ചും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് ത്രെഡ് ഇതുപോലെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ ഓൺലൈനായിട്ടും ഒക്കെ കിട്ടും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് പിന്നെ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ഇതുപോലുള്ള നോർമലായിട്ടുള്ള നൂല് യൂസ് ചെയ്തിട്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് 2 ഷെയ്ഡ് കളറിലും ഒരു 2-3 ഷെയ്ഡ് കളറുകളൊക്കെ നമുക്ക് പല ഡിസൈനിലും പല എന്താ പറയുക കളറിലൊക്കെ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ നൂല് എന്ന് പറയുന്നത്. അപ്പം അതാണ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഇതിൽ ഈ ഒരു ഫ്രെയിമിൽ ക്ലോത്ത് ഫിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള ഇതുപോലുള്ള നീഡിലാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ നമ്മൾ ഫസ്റ്റ് എംബ്രോയിഡറിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതും വാങ്ങിക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇപ്പം ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ലെങ്ത് ആവേണ്ട വിചാരിച്ചിട്ടാണ്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈനിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആയിട്ട് വരാം. പിന്നെ എന്ന് പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.